സ്കൂളുകളിൽ കുട്ടികളെ വിടുന്നത് എന്തിനാണ്? പഠിക്കാനല്ലേ. ടീച്ചർമാരവിടെ ഇരിക്കുന്നത് എന്തിനാണ്? പഠിപ്പിക്കാൻ. ചില സ്കൂളുകളിലൊക്കെ ടീച്ചർമാരുടെ പക്ഷത്ത് നിന്നും കുട്ടികൾക്ക് ഒരുപാട് പീഡനങ്ങളുണ്ടാകുന്നു, അതിൻ്റെ പേരിൽ മക്കളെ അടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശരീരഭാഗങ്ങളൊക്കെ കൊണ്ടുവന്ന് ടീച്ചർ അടിക്കുന്നത് വീട്ടിൽ കാണിക്കാറുണ്ട്. ഇതിന് മാതാപിതാക്കൾ പ്രതികരിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ ഒന്ന് ടീച്ചർ അടിക്കുമ്പോൾ വീട്ടിൽ വന്ന് പറയുന്നത് എന്നൊക്കെ വിചാരിക്കാറുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ അടി കിട്ടിയാൽ പോലും ടീച്ചർമാർ നമ്മളെ എന്ത് ചെയ്താലും നമ്മൾ വീട്ടിൽ വന്ന് പറയാറുമില്ല. പറഞ്ഞാലൊട്ട് വീട്ടുകാർ മൈൻഡ് ചെയ്യൂല. അതുകൊണ്ട് നമ്മൾ പറയാറുമില്ല. കിട്ടണത് മേടിച്ച് വെച്ചിട്ട് കൈ തടവിയിട്ട് അവിടെ ഇരിക്കും. വീണ്ടും കൈ നീട്ടാൻ പറയുമ്പോൾ വീണ്ടും അടിക്കും. അതും വാങ്ങിച്ച് അവിടെ കെട്ടും. പിന്നെ പിറ്റേന്ന് ചെല്ലുമ്പോൾ പേടിയായിരിക്കും, ഇനി ഇന്നും കിട്ടുമോ എന്തോ അടി എന്നുള്ളൊരു പേടി കാണും. ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് പേടിയില്ല. എന്നാലും കുഞ്ഞു കുട്ടികളെയൊക്കെ എടുത്തിട്ട് ടീച്ചർമാരെ അടിക്കുമ്പോൾ നമുക്കതൊരു വിഷമമല്ലേ. വിശാഖപട്ടണത്തിൽ നടന്ന സംഭവമാണ്. ഇതുപോലെ വിശാഖപട്ടണമെന്നല്ല, വേറെ നമ്മളെ ഈ നാട്ടിലൊക്കെ തന്നെയും കുട്ടികളെ ടീച്ചർമാരെ അടിക്കാറുണ്ട്. ഇത് ഇത്തിരി ഒന്ന് കടുത്തുപോയി. മക്കൾ പഠിക്കാത്തതിനടിക്കും, അതുപോലെ ഹോംവർക്ക് കൊണ്ടുവരാത്തതിനടിക്കും, ക്ലാസ്സിലിരുന്ന് അലയ്ക്കുന്നതിന് ടീച്ചർമാരടിക്കും. അടിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ എന്നാലും മാതാപിതാക്കൾ അത് പ്രതികരിച്ച് തുടങ്ങി വരുന്നവരുമുണ്ട്. ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഈ അടി എന്നൊക്കെ പറയുമ്പോൾ അവർ പെട്ടെന്ന് ചെന്ന് വീട്ടിൽ ചെന്ന് പറയുകയാണ് ചെയ്യണത്, എന്നെ ഇന്ന് ടീച്ചർ അടിച്ചു എന്ന്. ഇത് 6 വയസ്സുള്ള ഒരു മോനെ LKG UKG അങ്ങാണ്ടാണ് പഠിക്കുന്നത്. വിശാഖപട്ടണത്ത് നടന്ന സംഭവമാണ്. സ്കൂളിൽ ടീച്ചർ ഹോംവർക്ക് ചെയ്യാത്തതിന് ആ ഒരു കുട്ടിയെ വിളിച്ചിട്ട് അതിന് ചെയ്യുന്ന വേലകൾ. ആ മകനെ വിളിച്ചിട്ട് അതിൻ്റെ ഷർട്ടൊക്കെ വലിച്ചു ഊരുന്നു. ടീച്ചർ ചെയ്യുന്ന വേലയാണ്. ചെറിയ മകനല്ലേ, ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ അതിൻ്റെ ഷർട്ട് വലിച്ച് ബട്ടൺസ് അഴിക്കുന്നു. എന്തിനാണ്? ഹോംവർക്ക് ചെയ്തില്ല. അത് എത്രയാണുള്ളത്? 6 വയസ്സായ കുട്ടി LKGയിലൊക്കെ എന്ത് ഹോംവർക്കാണ് ചെയ്യാനുള്ളത്? അതല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. ഇത്രയ്ക്കുള്ള പ്രായമല്ലേ ആയുള്ളൂ. ആ മകൻ്റെ ഷർട്ട് വലിച്ചു ഊരുന്നു. അതിനിടയിൽ വെച്ചിട്ട് അതിനെ അടിക്കുന്നു. അതിൻ്റെ കവിളത്താണ് അടിക്കണത്. മോൻ കിടന്ന് ഭയങ്കര കരച്ചിൽ. അടിക്കല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന അതുവരെ ഉണ്ട്. ആ അടിയുടെ ഇത് കൊണ്ടാണോ, ഇനി ആ ഷർട്ടൊക്കെ വലിച്ചഴിച്ചതിൻ്റെ ഇത് കൊണ്ടാണോ അവൻ കൈയെടുത്ത് തടുക്കാൻ ശ്രമിച്ചു. ആ ഭദ്രകാളി, ആ പിശാച് അടിച്ചതിന് ശേഷം ഈ ഷർട്ടും വലിച്ചൂരാൻ തുടങ്ങിയപ്പോൾ ഈ മകൻ ബോധം കെട്ട് കുഴഞ്ഞങ്ങ് വീഴുകയാണ് ചെയ്യണം. പിന്നെ ആ സ്ത്രീ അവിടെ ഇട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആളുകളെ, മറ്റുള്ള ടീച്ചർമാരെ വിളിക്കുന്നുണ്ട്. ടീച്ചറൊക്കെ ഓടി വന്നപ്പോൾ ആ മകൻ മരണപ്പെട്ടു. ഇതാണ് നടക്കുന്നത് സ്കൂളിൽ. ഈ സ്ത്രീയൊക്കെ എന്തോന്ന് ചെയ്യണം? ഈ നക്കാപ്പിച്ചയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കാനുള്ളതിന് സ്കൂളിലൊക്കെ ഇങ്ങനെയുള്ള സാധനത്തിനെയൊക്കെ എടുത്തത് എന്തിനാണ്? നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ടീച്ചർമാരെയൊക്കെ പറയിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട്. പത്മനാഭ ഓടി വരണേ, ഫാസ്റ്റ്. മറ്റുള്ള കുട്ടികളെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അവൾ ആ കുട്ടിയെ അടിച്ചിട്ട് അത് കുഴഞ്ഞു വീണ് എൻ്റെ ചെവിക്കല്ലിലാണ് കൊടുത്തത്. അതിൻ്റെ ഷർട്ടും നിക്കറും എല്ലാം കൂടെയൊക്കെ വലിച്ചഴിക്കണ കണ്ടപ്പോൾ, കുഞ്ഞു കുട്ടിയായിരുന്നാലും മറ്റുള്ള കുട്ടികളെ മുന്നിൽ വെച്ചല്ലേ അത് ചെയ്യണത്. അതിൻ്റേതായ വേദന അതിനുണ്ടായിട്ടുണ്ട്. വേറെ ടീച്ചർ വന്നു. അപ്പോഴത്തേക്കൊക്കെ ആ കുട്ടി കുഴഞ്ഞു വീഴുന്ന സമയത്ത് വരെ അവൻ കരയുന്നുണ്ട്. പിന്നെ അതിനുശേഷമാണ് അത് മരണപ്പെട്ടു എന്നാണ് പറയണത്. ഇങ്ങനെയൊക്കെയാണ് കുറേ വിവരം കെട്ട ടീച്ചർമാർ. കുട്ടികൾക്കിടയിൽ വീണ്ടും പല പ്രശ്നങ്ങളുണ്ടാകുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ 12 വയസ്സായ ഒരു മകനെ അതിൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകനും കൂടി ഒരു മോഷണ കുറ്റം ആരോപിച്ച്
ആ മകനെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. മോഷണം പോയത് വാച്ച്, ഈ ഒരു വാച്ചിന് വേണ്ടിയിട്ട് അതിനെ ഉപദ്രവിക്കുന്നു. ആ കുട്ടി അവിടെ പോകുമായിരുന്നു. ആ പോയതിൻ്റെ പേരിൽ അതിനെ ബന്ധുവാണ്, അച്ഛൻ്റെ സഹോദരനായതുകൊണ്ട് ബന്ധുവല്ലേ, അങ്ങനെ അവിടെ പോകുന്നു, അതിനെ എടുത്തിട്ട് ഉപദ്രവിക്കുന്നു. ആ പോയ ആ മകൻ വാച്ച് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് അതിൻ്റെ വീട്ടിൽ വിളിക്കുന്നു. വീട്ടിൽ വിളിച്ചപ്പോൾ അവൻ്റെ വാപ്പാരുടെ അടുത്ത് പറയുന്നു, മോനോടൊരു കാര്യം ഫോണിൽ വിളിച്ച് പറയുകയാണ്, മോനോടൊരു കാര്യം പറയാനാണ്, മോനെ ഒന്ന് ഇതുവരെ വരാൻ പറയൂ, വാച്ച് കാണാനില്ല, ചോദിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ വാപ്പ ഈ മകനെ അങ്ങ് പറഞ്ഞയക്കുകയാണ്. മോനെ പോയിട്ട് വാ എന്ന് പറഞ്ഞ് വീട്ടുകാർ പറഞ്ഞു വിടുന്നു. എന്തിനാണ് അവിടെ ചെന്നതിന് ശേഷം ആ കുട്ടിക്ക് സംഭവിച്ചത്? അപ്പോൾ നമുക്ക് ആ ന്യൂസ് കാണാം. കോഴിക്കോട് കൊടുവള്ളിയിലെ 12 വയസ്സുകാരനെ മോഷണക്കുറ്റം ചുമത്തി കമ്പി കൊണ്ടും വയറിംഗ് കേബിൾ ഉപയോഗിച്ചും മർദ്ദിച്ചെന്ന് സഹോദരൻ മനോരമ ന്യൂസിനോട് പറഞ്ഞിരിക്കും. കയ്യിലും കാലിലും അടി കിട്ടിയതിന്റെ പാടുകളുണ്ട്. മുറിവുകളിൽ കാന്താരി മുളക് അരച്ച് തേക്കുകയും ചെയ്തു. പീഡനങ്ങളെല്ലാം ചെയ്തത് പിതാവിന്റെ സഹോദരനും മകനും ചേർന്നാണ്. ഇതിന് അവരുടെ ഭാര്യ എല്ലാ സഹോദരനും സഹോദരൻ്റെ മകനും കൂടെ വാച്ച് മോഷണം പോയി ഈ മകനാണ് എടുത്തത്, ജ്യേഷ്ഠൻ്റെ മകനായിരിക്കും എടുത്തത് എന്ന് പറഞ്ഞ് ഈ കുട്ടി അവിടെ പോണതുകൊണ്ട്, അപ്പോൾ അവനാണ് എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് വരുത്തിയിട്ട് അതിനെ ഉപദ്രവിക്കുകയാണ്. കൂട്ട് നിൽക്കണത് അയാളെ ഭാര്യയും കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നത്. അപ്പം ഭാര്യ, അവരെ ഭർത്താവ്, മകൻ, 3 പേരും കൂടി സഹായവും നൽകി. കേസിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും പ്രതികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നും സഹോദരൻ പറഞ്ഞു. കൊടുവള്ളിയിൽ ബന്ധുക്കൾ ക്രൂരമായി പീഡിപ്പിച്ച 12-കാരൻ്റെ സഹോദരൻ മനോരമ ന്യൂസിനൊപ്പം ചേരുകയാണ്. ശരിക്കും എന്താണെന്നും? ബുധനാഴ്ച രാത്രി മുത്താപ്പനയിലേക്ക് വിളിച്ചു, അനിയനൊന്നും ഇങ്ങോട്ട് വിടാന്ന് വെച്ചിട്ട് കുട്ടീനാ. അങ്ങനെ എന്തിനാന്ന് ചോദിച്ചപ്പം ഒരു മാച്ച് ഇവിടെ മിസ്സായിക്കിന്, അത് ചോദിക്കാനാണ് പറഞ്ഞ്. അങ്ങനെ ഉപ്പ വിട്ട് അന്ന് രാത്രി തന്നെ അവർ ദ്രോഹങ്ങൾ തുടങ്ങിക്കിന്, വീട് കയറ്റൽ. ഒരു വാച്ച് മോഷണം പോയി, ഒന്ന് മകനെ ഇങ്ങോട്ട് വിടോ എന്ന് ചോദിച്ചു. ആ മകനാണ് എടുത്തതെന്നുള്ള ഇതിൽ ആണ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. വീട്ടുകാർ വിടുന്നു. കൂടെ ഒന്ന് പോവാമായിരുന്നു, അതിനെന്താണ് ചെയ്യുന്നത്? ഒന്നും വിചാരിക്കൂലല്ലോ, അവരും വിചാരിക്കുന്നില്ല. ഇപ്പം സഹോദരനെ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചോ? അത് വിചാരിക്കുന്നില്ല. അപ്പം ഇത്രയ്ക്കും ക്രൂരനായിട്ടുള്ള മനുഷ്യരാണെന്ന് ഓർമ്മിച്ച് നോക്കണം. ബന്ധുക്കളെ വീട്ടിൽ പോലും ഇന്ന് മക്കളെ ആയിരുന്നാലും ആരെയും വിടാൻ വയ്യാത്ത കാലമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ബന്ധുവീട്ടിലാണ് പോയിട്ട് ഈ കുട്ടിക്ക് ഈ അനുഭവം ഉണ്ടായത്. അന്വേഷിച്ച് അവർ ഞങ്ങൾ ചോദ്യം ചെയ്യാണ്ട് അവനൊന്ന് വിടൂലെന്ന് പറഞ്ഞ്, ഇനിയും ചോദ്യം ചെയ്യാണ്ട് പറഞ്ഞ്. അങ്ങനെ അനിയൻ പറഞ്ഞതനുസരിച്ച് അന്ന് തന്നെ ഈള് കയറ്റലും കണ്ണിൽ അടിമടിയൊക്കെ മുളക് തേക്കലും കമ്പി കൊണ്ട് തച്ചിന് കെട്ടിയിട്ടാണ് തല്ലുന്നതൊക്കെ. അതിന് നല്ല ശരീരം മൊത്തത്തിൽ നല്ല നീരടിച്ച്, കൈയൊക്കെ നല്ല നീരായി, കാലും പിറവും മൊത്തത്തിൽ അതിനെ ഉപദ്രവിച്ച്, അതിന് മൊത്തത്തിൽ ശരീരമൊക്കെ നീരടിച്ച്, അതുപോലെ കാന്താരി മുളക് അരച്ചിട്ട് കണ്ണിലൊക്കെ തേക്കും. എന്നാൽ ആ സ്ത്രീക്ക് ഇങ്ങനെ തോന്നിയല്ലോ ഇങ്ങനെ ചെയ്യാൻ. ഭർത്താവ് ഇങ്ങനെ ചെയ്ത സമയത്ത് ആ സ്ത്രീക്ക് പിടിച്ചു മാറ്റാമായിരുന്നു. അവർ നൊന്ത് പ്രസവിച്ച മകനും കൂടെയാണ് ആ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഇതൊക്കെ കണ്ടുമില്ല കേട്ടുമില്ല എന്നും പറഞ്ഞ് കണ്ണടച്ചിരിക്കാനൊന്നും പറ്റൂല. പിന്നെ ഉമ്മ ഇങ്ങനെ ജനൽ തുറന്ന് തൊട്ടപ്പുറത്തെ പോലെ തന്നെ ഉമ്മ ജനൽ തുറന്ന് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒച്ചപ്പാട് കേൾക്കുമോ, എന്തോ ചെയ്യുന്നുണ്ടോന്ന്. ഒച്ചപ്പാടൊന്നും കേട്ടില്ല. അപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ലായിരിക്കുന്നു. പക്ഷേ ഓൻ പറഞ്ഞ് തൊള്ളയിൽ ശീല ഇരുന്നൊന്ന്. വ്യാഴാഴ്ച രാത്രി ഓനോട് പറഞ്ഞ് നാളെയും കൂടി ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ശരീരത്തിൽ ബ്ലേഡ് വെച്ച് കയറിയിട്ട് മുളക് തേക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓന് തലക്ക് കുറേ അടി കൊണ്ടിട്ട് ബോധം പോയിക്കിന്. ആ ബോധം ഇങ്ങനെ പോയി കണ്ടിട്ട് പിന്നെ രാത്രി നെട്ടി എണീച്ചു പോന്. കാലും കൈ കെട്ടിയിട്ടതാണ്, കിൽക്കുട്ടയും വെച്ചിരിക്കണം, പിന്നെ അനങ്ങുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവന് കെട്ട് ലൂസായപ്പം എല്ലാ കിൽക്കുട്ട അവിടെ വെച്ചിട്ട് മോളെയും കെട്ടിയിട്ട് ഡോറ് തുറന്ന് അവൻ താഴെ ഇറങ്ങി നേരെ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. വീട്ടിൻ്റെ മണ്ടയിലാണ് ആ കുട്ടിയെ കെട്ടിയിടുന്നു, അതിനെ അവിടെ ഇട്ട് ഉപദ്രവിക്കുന്നു. ഒരുപാട് ഉപദ്രവിച്ചു. ആ തള്ളയും കൂടെ ചേർന്നിട്ടാണ്, തള്ളയും മകനും അയാളും കൂടെ ചേർന്നിട്ടാണ് ഒരു വാച്ച് കണ്ടില്ലെന്നും പറഞ്ഞ് ഒരു 12 വയസ്സായ ഒരു മകനെ ചെയ്യണ വേലിയാണ്. സമയത്ത് പിന്നെ ബന്ധുക്കളായതുകൊണ്ട് പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ലേ? 12 വയസ്സായ കുട്ടിയാണല്ലോ, അന്ന് പോലീസ് കേസൊന്നും എടുത്തില്ല.
ഈ അന്ന് രാത്രി തന്നെയാണ് ഈ നഖത്തിനുള്ളിൽ ഇറുക്കിൽ കയറ്റലും അടക്കമുള്ള മുളക് പൊടി തേക്കലൊക്കെ അന്ന് രാത്രി. 12 വയസ്സായ കുട്ടിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് അത് പോലീസ് കേസ് എടുത്തില്ല എന്ന്? അതൊരു കുറ്റമല്ലേ? അതൊരു ജീവനല്ലേ? ഇത്രത്തോളം ചെയ്തിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത കഷ്ടം തന്നെ. എന്തായാലും അവർ നിയമപരമായിട്ട് തന്നെ പോകുമെന്ന് പറയുന്നുണ്ട്. അന്ന് തന്നെ കയറ്റി പറഞ്ഞു കൊണ്ടുപോയ അന്ന് തന്നെ. പിറ്റേന്നാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ അത് അല്ലാതെ വേറെ എന്താണ് ചെയ്തതെന്നാണ് അനിയൻ പറഞ്ഞത്? കമ്പി കൊണ്ട് തച്ചിക്കണ്, വയറുകൊണ്ട് തച്ചിട്ടുണ്ടാവും. ഈ പിന്നെ മുളക് പൊടി തേച്ചതിന് പുറമെ പച്ചമുളകും അരച്ച് തേച്ച് അങ്ങനെ പച്ചമുളക്, നാരങ്ങനീര്, ഉപ്പ് ഇതൊക്കെ മിക്സ് ആക്കിയിട്ടും തേച്ചിക്കണം. മുറിവുകളും ചുണ്ടിലൊക്കെ മുറിവുണ്ടല്ലോ അവിടെയൊക്കെ തേച്ചിക്കണം. ഞാനല്ല ചെയ്തെന്നുള്ളത് അവരോട് പറഞ്ഞപ്പോൾ അവരെന്തായിരുന്നു അവരുടെ പ്രതികരണം? ഓൻ പറയുന്നുണ്ട് ഞാൻ എടുത്തില്ല എന്ന്. പക്ഷേ ഓല് വിടുന്നില്ല, ഓല് സമ്മതിക്കുന്നില്ല. ഓനെന്നെ അടുത്തെന്ന് വലിയ തീർത്ത് പറയുന്നു. ഒരാൾ CCTV ഉണ്ട് കൊലയിൽ. അതിൽ ഓനിങ്ങനെ കൊലയിൽ വന്ന് കുത്തിരിക്കുന്നുണ്ട്. കീശയിൽ എന്തോ പൊന്തി കിടക്കും പോലെ തോന്നുന്നുണ്ട്. അപ്പം ഓലി അറിഞ്ഞ് ഞങ്ങൾ ഗൾഫിലത്തെ ക്യാമറയിൽ ഇട്ട് നോക്കിയപ്പം ആ വാച്ച് തന്നെ തെളിഞ്ഞ് കണ്ടിരിക്കുന്നത് നമ്മളോട് പറഞ്ഞു. അപ്പം നമ്മൾ അത് ഇവിടെയെങ്ങും അല്ല, എല്ലാണ്ണവും ഗൾഫിലാങ്ങാണ്ട കിടക്കണമെന്ന്. ആരാങ്ങാണ്ടേ അവിടെ 1-2 പേരുള്ളായിരുന്നു. ബാക്കി ആരൊക്കെ ഗൾഫിൽ കിടന്നവരും കൂടെ വിളിച്ച് പറയണം. അവൻ്റെ പോക്കറ്റിനകത്ത് പൊന്തിയിരിക്കണ്, ഗൾഫിലിരുന്നോണ്ടും ആളുകൾ വിളിച്ച് പറയണം. എടുത്തിട്ടുണ്ടാവും വിചാരിച്ചു. അതുപോലെ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വാച്ച് പള്ളിയിൽ നിന്ന് കിട്ടിയ പള്ളിയിൽ ഉസ്താദിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഉസ്താദിന്റെ വോയിസിലുണ്ട് നാട്ടിലത്തെ ഒരാൾ 4 ദിവസം മുമ്പ് അവിടെ കണ്ടിരിക്കുന്നത്. നിരപരാധിയാണ്. കണ്ട ആ കൊച്ച് നിരപരാധിയാണ്. പള്ളിയിലത്തെ ഉസ്താദ് പറഞ്ഞെന്ന്. ആ പള്ളിയിലങ്ങണ്ട അവിടെ വാച്ച് വേറെ ആരോ എടുത്ത്, മിക്കവാറും അവരെ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും. വാച്ചും കെട്ടിക്കൊണ്ട് പോയിട്ട് ഒന്നു കൊടുക്കാൻ സമയത്ത് അവിടെ വാച്ച് പള്ളിയിലാങ്ങണ്ട വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഊരി വെച്ചിട്ടുണ്ട് ഒന്നു കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് ഈ കുട്ടി നിരപരാധിയായിരുന്നു. അതിനെ എന്തെല്ലാം ചെയ്തു അന്വേഷിക്കാതെ അത്രയും ഇതൊക്കെ ഉണ്ടായത്. അതേപോലെ തിരക്കിട്ട് പോലെ ചെയ്തിട്ട് എന്താണ് നിയമ നടപടി മുന്നോട്ട് പോകണമെന്നുള്ളതല്ലേ? നിയമ ഒല പിടിക്കണം. ഒളിവിലാണ് ഒക്കെ കേൾക്കുന്നുണ്ട്. എവിടുന്നാണെങ്കിലും ഒല പൊക്കിയാണ്ട് പോലീസ് മുമ്പ് കൊണ്ടുവരണം. അതെ. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് ദീപ്തീഷ് കൃഷ്ണ. നിരപരാധിയായ ഈ ഒരു മകനെ ഇത്ര ക്രൂരമായിട്ട് ഇങ്ങനെ ചെയ്തതിന് നിയമ നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ആ സാധനങ്ങളെല്ലാം ഒളിവിൽ പോയിട്ടുണ്ട്. ഗൾഫിൽ ബന്ധുക്കാരായിരിക്കും, ഗൾഫിൽ കിടക്കണവരൊക്കെ പറയുന്നുണ്ട് അവൻ്റെ പോക്കറ്റിൽ വാച്ച് തന്നെ അവിടെ പൊന്തിയിരിക്കുന്നു. ക്യാമറ ഗൾഫിലിരുന്നോണ്ട് കണ്ടെന്ന്. വീട്ടിൽ ക്യാമറ ഉണ്ട്. ആ ക്യാമറയിലൊന്നും ഈ കുട്ടി എടുക്കണതായിട്ടൊന്നും തെളിഞ്ഞിട്ടില്ല. ഗൾഫിലിരുന്നോം കണ്ട്. അതാണ് പറയണ പരദൂഷണമെന്ന്. അപ്പം ഇതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? ഈ പരദൂഷണം പറഞ്ഞ് ചെയ്യാത്ത തെറ്റിന് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഈ ഒരു കുട്ടിയെ ഇങ്ങനെ പറഞ്ഞതിന് ഒരു കുഴപ്പമില്ലല്ലേ? ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഉള്ളത് പറയാലോ, ബന്ധുക്കാരെ വീട്ടിൽ പോലും ഇന്ന് പോയി നിൽക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. എങ്കിൽ മോഷണക്കുറ്റം ചുമത്തും. അതുകൊണ്ട് അവരവർക്ക് ഒരു മാട ഉണ്ടെങ്കിൽ അവരോരെ മാടത്തിൽ തന്നെ കിടക്കാൻ നോക്കുക. അല്ലാതെ ആരെയും വീട്ടിൽ, അയൽവക്കത്തായിരുന്നാലും ബന്ധുക്കാരെ വീട്ടിലായിരുന്നാലും പോവരുത്. പോയാൽ ഇങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. കുഞ്ഞു മക്കളെ പോലും വിടരുത്. ഇതുപോലെയാണ് കാസർഗോഡ് ജസീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൂടെ പഠിച്ച സുഹൃത്തിൻ്റെ വീട്ടിൽ എന്തോ കാര്യത്തിന് വിളിച്ചു. ആ കുട്ടി അവിടെ പോയപ്പോൾ അവിടെ നിന്ന് സ്വർണം മോഷണം പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും ആ സുഹൃത്തിൻ്റെ വീട്ടുകാരും കൂടി ചേർന്ന് 9 പവൻ ജസീല മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ നിരന്തരം കള്ളി എന്നുള്ള പേര് മുദ്ര കുത്തി അവിടെ ലോകത്തുള്ള ജനങ്ങളെ മൊത്തവും അറിയിച്ചു. മൈക്ക് കെട്ടി വിളിച്ചു. മൊത്തത്തിലറിഞ്ഞു, സോഷ്യൽ മീഡിയ വഴി മൊത്തത്തിലറിഞ്ഞ് ഈ പെൺകുട്ടി, അതിന് ഒരു കുഞ്ഞു കുട്ടിയുണ്ടായിരുന്നു ആ ജസീലാക്ക്. ആ ഒരു കുട്ടിയെ തനിച്ചാക്കിയിട്ട് ആ മകള് ശബ്ദ സന്ദേശം പുറത്ത് വിട്ടതിന് ശേഷം അത് മരണപ്പെടുകയാണ്. അത് മരിക്കുകയാണ് ചെയ്തത്. ഞാൻ കള്ളിയല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം ആ സ്വർണം കിട്ടി. ആ സ്വർണം ആ കള്ളികൾ തന്നെ മാറ്റി വെച്ചിരുന്നു. പിന്നെ ആ സ്വർണം കിട്ടി. ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. അതുപോലെയാണ് ഈ മകനും. ഇത് പള്ളിയിൽ വെച്ചിട്ട് ഈ വാച്ച് കിട്ടി. ആ വീട്ടുകാർ കൊണ്ടുവന്ന് വെച്ചതായിരിക്കും. ഒന്നു കൊടുക്കാൻ സമയത്ത് അവരെ കയ്യിൽ നിന്ന് ഊരി വെച്ചതായിരിക്കും. ആ വാച്ച് പള്ളിയിൽ നിന്ന് തന്നെ കിട്ടി. ഈ മകനല്ല എടുത്തതെന്ന് അവൻ്റെ നിരപരാധിത്വം തെളിയുകയും ചെയ്ത് ഈ മോനെ കള്ളനാക്കുകയും ചെയ്ത് അത് ക്രൂര പീഡനത്തിനിടയാവുകയും ചെയ്തു. അപ്പം എന്ത് ചെയ്യണം?
അവരെ ശിക്ഷിക്കണം. അവർ ഒളിവിലാണ്, ആ സാധനങ്ങൾ അത്ര എണ്ണം ഒളിവിൽ പോയിരിക്കുകയാണ്.